ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ് ഡിസംബർ എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ നടന്നിരുന്ന നെറ്റ് ജൂൺ സെഷനിലെ എക്സാമിനേഷൻ്റെ എല്ലാ പേപ്പർ 2ൻ്റെ ലോ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നോക്കൂ, which of the following rules are related with nulla poena sin leak? ഇത് ഏത് ആണ് ഈ മാക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റൂൾസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനാദ്യം മാക്സിം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ മാക്സിം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വേർഡ്സ് ഒന്ന് നോക്കുക. വേർഡ്സ് നോക്കിയിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ് എന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. ഓപ്ഷൻസ് CDE ഓൺലി, ABE ഓൺലി, ADE ഓൺലി, BCD ഓൺലി. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഇസ് BCD ഓൺലി. BCD ഓൺലി. BCD എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാ വരിക? സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ, സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ, ലിബറൽ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ, സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ, ലിബറൽ BCD, സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ, സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ, ആക്സസിബിലിറ്റി ഓഫ് ലോ. ഈ 3 കാര്യങ്ങളാണ് വരുന്നത് അല്ലേ. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമായിരുന്നു നല്ലാ പോന സിൻ ലീഗ്. അതായത് വളരെ എന്താ പറയുക, ഒരു ഫ്രെയിം വർക്കിനകത്തുള്ള, അല്ലാതെ അത് ഇതിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അൾട്രാവയേഴ്സ് ആയി പോകുന്ന രീതിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ഒരു കൺഫൈൻഡ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന രീതിക്കുള്ള എന്തോ ഒരു കാര്യമാണ് ഈ നല്ലാ പോന സിൻ ലീഗ് അല്ലേ. നല്ല എന്ന് പറയുമ്പോൾ വാക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോ എന്നുള്ളൊരു അർത്ഥമായിരിക്കും നല്ലായ്ക്ക് വരിക. പോയാന എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഏലിയൻ ആയിട്ടുള്ളൊരു വാക്കാണ്. സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനെ അല്ലെങ്കിൽ സിൻ എന്നൊക്കെ പറയുന്നത് വിത്തൗട്ട് എന്നുള്ളൊരു മീനിങ്, അല്ലെങ്കിൽ എന്താ പറയുക, വിത്തൗട്ട് എന്നുള്ളൊരു മീനിങ് ആണ് സിനെ എന്നുള്ളത് വരുന്നത്. ലീഗെ അല്ലെങ്കിൽ ലീഗ് എന്ന് പറയുമ്പോഴത്തേക്കും ലോ എന്നുള്ളൊരു മീനിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നോ ഡാഷ് വിത്തൗട്ട് ലോ എന്നുള്ളതാണ് അവിടെ ആ ഒരു സെൻറ്റൻസ് നമ്മളൊന്ന്. ഇപ്പോൾ നമുക്ക് ഈ ഒരു മാക്സിമിനെ പറ്റി നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാക്സിം കാണുമ്പോൾ നമുക്ക് അങ്ങനെയും ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സംതിങ് ഈസ് ദെയർ വിത്തൗട്ട് ലോ, അല്ലെങ്കിൽ സംതിങ് ഷുഡ് നോട്ട് ബി ദെയർ വിത്തൗട്ട് ലോ. അതെന്തായിരിക്കും? എന്തായിരിക്കാം? ലോ ഇല്ലാതെ എന്തുണ്ടാവാൻ പാടില്ല? ലോ ഇല്ലാതെ റൈറ്റ് ആണോ ഉണ്ടാവാൻ പാടില്ലാത്തത്? അല്ല. ലോ ഇല്ലാതെ എന്താണ് ഉണ്ടാവാൻ പാടില്ലാത്തത്? പണിഷ്മെൻ്റ് ആണ് ഉണ്ടാവാൻ പാടില്ലാത്തത് അല്ലേ. ഇതിപ്പം ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാം. കാരണം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഒരു നോക്കി കൊല്ലാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനെ പറ്റില്ല. നോക്കി അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മൾ മുൻപ് പഠിച്ചിട്ടില്ലാത്ത, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വളരെയധികം ഇൻഡെപ്തായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സുഖമായിട്ട്. അപ്പം നോ പണിഷ്മെൻറ്റ് വിത്തൗട്ട് ലീഗ് ആണ് ഈ മാക്സിം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മുടെ അസംഷൻ. അപ്പം നോ പണിഷ്മെൻറ്റ് വിത്തൗട്ട് ലോ എന്നുള്ളതാണ് ഈ മാക്സിം എന്നുണ്ടെങ്കിൽ ഇവിടെ റിട്രോ ആക്ടിവിറ്റി ഓഫ് പീനൽ ലോസ് അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ, യെസ്, സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ അവിടെ വരുന്നുണ്ട്. സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ, യെസ്, സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ അവിടെ വരുന്നുണ്ട്. സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നോ പണിഷ്മെന്റ് വിത്തൗട്ട് ലോ എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ ആയില്ലേ. സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ, സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ പോലെ തന്നെ ഒരു ലെജിസ്ലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക പണിഷ്മെന്റ് ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സർട്ടൈനിറ്റി ഇൻ ലെജിസ്ലേഷൻ അവിടെ ഉണ്ട്. ആക്സസിബിലിറ്റി ഓഫ് ലോയും അവിടെ നമുക്ക് വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാം. സോ നമുക്ക് അതിനെപ്പറ്റി ഉറപ്പില്ല. പക്ഷേ യെസ്, ആക്സസിബിലിറ്റി ഓഫ് സംതിങ് ലോയിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ആക്സസിബിലിറ്റി ഓഫ് ലോയും അവിടെ ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ലിബറൽ ഇൻ്റർപ്രിട്ടേഷൻ എന്തായാലും അല്ല. കാരണം സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ലിബറൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് രണ്ട് തലങ്ങളാണ്. ഒരു കോയിൻ്റെ 2 വശങ്ങളാണ്. അത് ഒരുമിച്ച് വെക്കാനായിട്ട് പറ്റില്ല അല്ലേ.
അപ്പം ഇത് മൂന്നുമാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ഇതാ ഇവിടെ കിടക്കുന്നു, BCD ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പോലും മുൻപ് പരിചയം, ഇപ്പോൾ ഒരുപാട് മാക്സിംസ് ഉണ്ട്, എല്ലാ മാക്സിമും നമുക്ക് അറിയണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനത്തെ കുറച്ച് ട്രിക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ BCD ഓൺലി. ഇപ്പം നോക്കുക, നല്ല പോന സിൻ ലീഗ് എന്താണ്, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് ഉറപ്പില്ല, എന്തായാലും ഞാൻ ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, നല്ല പോന സിൻ ലീഗ്, അതായത് നോ പണിഷ്മെന്റ് വിത്തൗട്ട് ലോ. ഈ സർക്കിളിലുള്ള വാക്കുകൾ മാത്രമേ നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റുള്ളൂ. പണിഷ്മെന്റും പോയനയും അത് രണ്ടും സെയിം ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, so this doctrine safeguards individuals from arbitrary state actions, ensuring that no one is penalized for an act unless it has been explicitly defined as an offense by law before its commission. മറ്റേ ഒരു പിജിയൻ ഹോൾ തിയറി എന്ന് പറഞ്ഞ തിയറിയൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണത്? അതായത് ഒരു ലോയുടെ ഉള്ളിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പണിഷ്മെൻ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സംഭവം ഒരു ലോ വയലേറ്റ് ചെയ്താൽ മാത്രമേ അത് പണിഷ്മെൻ്റ് ഉള്ളൂ. അതല്ല എങ്കിൽ അത് പണിഷ്മെൻ്റ് അല്ല. അതാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. Unless it has been explicitly defined as offense. Offense എന്ന് പറയുന്ന രീതിക്ക് ഞാൻ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നാണ് പറയുന്നത്. ഇനി ജെറോം ഹോൾ പറയുന്നുണ്ട്, അതുപോലെ ബ്ലാക്ക് ലോസ് ഡിക്ഷണറി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്കപ്പം ജെറോം ഹോളിൻ്റെ കോട്ട് നോക്കാം. എ ക്രൈം ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ് മസ്റ്റ് ബി ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഈ പറയുന്ന മാക്സിം തന്നെയാണ് ജെറോം ഹോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ബിഫോർ എൻഫോഴ്സ്മെന്റ് എന്നുള്ളത് കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ബിഫോർ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആ ഒരു ലോ ആകുന്നതിന് മുമ്പ് വരെ അത് പണിഷ്മെന്റ് അല്ല, അല്ലെങ്കിൽ അത് എന്തല്ല, ആ പണിഷ്മെന്റ് പണിഷ്മെന്റ് അല്ല, ആ ഒരു ആക്ട് ഒഫൻസ് അല്ല. ബട്ട് ആ ലോ എൻഫോഴ്സ്ഡ് ആയിക്കഴിഞ്ഞതിന് ശേഷം ആ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ആക്ട് വിൽ ബി ഒഫൻസ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായിരുന്നു, റെട്രോ ആക്ടിവിറ്റി ഓഫ് പീനൽ ലോസ് എന്നുള്ളതായിരുന്നു. റെട്രോ ആക്റ്റീവ് അല്ല, കാരണം ബിഫോർ എൻഫോഴ്സ്മെന്റ് ദാറ്റ് പെർട്ടിക്കുലർ ഒഫൻസ് ഇസ് നോട്ട് പണിഷബിൾ, ഇറ്റ് വിൽ ബിക്കം പണിഷബിൾ ഓൺലി ആഫ്റ്റർ ഇറ്റ്സ് എൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതാണ് ജെറോം ഹോൾ പറയുന്നത്. ഇത് തന്നെ ബ്ലാക്ക് ലോസ് ഡിക്ഷണറിയിലും പറയുന്നുണ്ട്. നോ പേഴ്സൺ ഷാൽ സഫർ ക്രിമിനൽ പെനാൽറ്റീസ് എക്സെപ്റ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഒഫൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനൊരു ലീഗൽ സർട്ടേണിറ്റി ഉള്ളത്. ശരി, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. വാട്ട് ഡസ് ഇഞ്ചുറി മീൻ അണ്ടർ സെക്ഷൻ 44 IPC 1860? അതായത് ഇപ്പോഴത്തെ സെക്ഷൻ 2 ക്ലോസ് 14 ഓഫ് BNS 2023. എന്താണ് ഇഞ്ചുറി? BNSലെ സെക്ഷൻ 2 ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2 പലതും പലതായിട്ട് ചോദിക്കുന്നുമുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എന്താണ് ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താണ്? 2 ക്ലോസ് 14 ഇഞ്ചുറി. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. എനി ഹാം ഇല്ലീഗലി കോസ് ടു എ പേഴ്സൺ ഇൻ ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി. നോക്ക്, ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷനിൽ എനി ഹാം ഇല്ലീഗലി കോസ് ടു പേഴ്സൺ ഇൻ ബോഡി ആൻഡ് മൈൻഡ് മാത്രമേ അവിടെ ഉള്ളൂ. ബോഡി ആൻഡ് മൈൻഡ് മാത്രമേ അവിടെ ഉള്ളൂ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ എനി ഹാം ഇല്ലീഗലി കോസ് ടു എ പേഴ്സൺ ഇൻ ബോഡി ആൻഡ് പ്രോപ്പർട്ടി മാത്രമേ അവിടെ ഉള്ളൂ. നാലാമത് നോക്കുകയാണെങ്കിൽ എനി ഹാം ഇല്ലീഗലി കോസ് ടു എ പേഴ്സൺ ഇൻ ബോഡി, മൈൻഡ് ആൻഡ് റെപ്യൂട്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതിനൊക്കെ ഉണ്ട്? ബോഡി, മൈൻഡ് എന്തായാലും ഉണ്ട്, അത് കൂടാതെ റെപ്യൂട്ടേഷനും പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ, പ്രോപ്പർട്ടി, ഈ 4 കാര്യങ്ങൾക്കും സംഭവിക്കുന്ന എല്ലാ തരം ഹാമും ഇഞ്ചുറിയാണ്. ഓക്കെ, the injury means any harm whatever illegally caused to a person in body, mind, reputation or property. Okay,
അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് കേസസ് ഓൺ ഗിഫ്റ്റ് അണ്ടർ മുസ്ലിം ലോ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, അസെൻഡിങ് ഓർഡറിൽ. ഓക്കെ, ആൻസർ നോക്കാം. ഇതായിരുന്നു ഓപ്ഷൻ. ആൻസർ നോക്കാം. DACB. DACB ഇതാണ് ഓർഡർ വരുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇയർ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വാലി വേഴ്സസ് പുതക്കലം, അതാണ് ആദ്യത്തെ കേസ്. ഓൾസോ നോൺ ആസ് വാലിയമ്മ തമ്പുരാൻ വേഴ്സസ് ഭാർഗവി തമ്പുരാട്ടി എന്ന് പറയുന്ന കേസാണ്. 1923 ഡിസൈഡ് ചെയ്ത കേസാണ്. ഓക്കെ, ഗിഫ്റ്റിനെ പറ്റിയുള്ള കേസാണ് എല്ലാം തന്നെ. മഖ്ബൂൽ ആലം വേഴ്സസ് ഖദീജ എന്ന് പറയുന്നത് 1927 കേസാണ്. മഖ്ബൂൽ ആലം വേഴ്സസ് ഖദീജ എന്ന് പറയുന്ന കേസ് ഗിഫ്റ്റിന്റെ വാലിഡിറ്റിയെ പറ്റിയിട്ടുള്ള കേസാണ്. Now, അബ്ദുൾ റഹീം വേഴ്സസ് അബ്ദുൾ ജബാർ എന്ന് പറയുന്ന കേസ്, അതിൻ്റെ കറക്റ്റ് ഒരു സൈറ്റേഷൻ കിട്ടാനായിട്ടില്ല. പക്ഷെ ഈ ഒരു കേസ് അബ്ദുൾ റഹീം വേഴ്സസ് റഹ്മുന്നീസ എന്ന് പറയുന്ന 1945 കേസ് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. ലൈക്ക് ഇത് തന്നെയാണ് ഈ കേസ് എന്നുള്ള രീതിക്കാണ് അസംഷൻ. അപ്പം 1945 ഈ ഒരു കേസും വന്നിട്ടുള്ളത്. ഇനി ഖുർഷിദ ബീഗം വേഴ്സസ് കൊമദ് ഫറൂഖ് എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. ഖുർഷിദ ബീഗത്തിന്റെ കേസ് 1978 കേസാണ്. ഓക്കെ, അടുത്ത മാച്ച് ഫോളോയിങ് നോക്കാം. ഇവിടെ കുറച്ച് ജൂറിസ്റ്റുകളെ തന്നിട്ടുണ്ട്, അവരുടെ ഒപ്പീനിയൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആർക്കാണ് മാച്ച് ആവുന്നതെന്ന് നോക്കാം. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്യൂ, നിങ്ങളത് ആൻസർ ചെയ്യാൻ നോക്കൂ. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് A4, B1, C2, D3. അതായത് A4, B1, C2, D3. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മോണ്ടെസ്ക്യൂ ആണ് ഫാദർ ഓഫ് കമ്പാരറ്റീവ് ലോ. ഇത് പലയിടത്തായിട്ട് വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഫാദർ ഓഫ് കമ്പാരറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ മോണ്ടെസ്ക്യൂ ആണ്. പിന്നെ ബാക്കിയെല്ലാം കമ്പാരറ്റീവ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതും ഗസ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? റുഡോൾഫ് ആൻഡ് ഷ്ലിസിംഗർ, ഒരു ഒരു കൈൻഡ് ഓഫ് ജർമ്മൻ ടച്ച് ഉണ്ട് അല്ലേ. അപ്പൊ യൂസ് ദ ടേം റഷ്വർഗ്ലീഷങ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല, ഒരു ഡൗട്ട് ഉണ്ട്. റഷ്വർഗ്ലീഷങ് എന്നാണ്. ഓക്കെ, അപ്പം ഈ റഷ്വർഗ്ലീഷങ് എഴുതിയത് റുഡോൾഫ് ആൻഡ് ഷ്ലിസിംഗർ ആയിരിക്കാം. അവരുടെ പേരും ഇച്ചിരി കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ. സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏൻഷ്യൻ ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹെൻറി മെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നോക്കാം. Montesquieu, generally regarded as early founding figure of comparative law. His comparative approach is obvious in the following, except from chapter 3 of book 1 of his masterpiece, De L'Esprit des Lois, 1748. അപ്പോൾ ഈ ഒരു ഈ ഒരു ബുക്കിന്റെ പേരും കൂടെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയേക്കുന്നത്. മോണ്ടസ്ക്യൂ ഫൗണ്ടിങ് ഫിഗർ ഓഫ് കമ്പാരറ്റീവ് ലോ ആണ്. അതിനകത്ത് ഒരു മാസ്റ്റർ പീസ് ബുക്കാണ് ഈ ഡെ ലെസ്പ്രിറ്റ് ഡെസ് ലൂയി എന്ന് പറയുന്ന ബുക്ക് 1748. ഇനി കമ്പാരറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്
ജൂറിസ്റ്റ് ലീയുടെ ഒബ്സർവേഷൻ ആണ്. ആൻഡ് ഇറ്റ് സ്റ്റെംസ് ഫ്രം ദ യുണീക് ചാലഞ്ചസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഇൻവോൾവ് സച്ച് ആസ് അപ്ലൈങ് theoretical frameworks from one country's constitution to another or handling the specific diverse characteristics of certain constitution. അപ്പം ലീയുടെ പല ബുക്സിനകത്തും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ട് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നത്. അത് കമ്പാരിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി കമ്പയറിങ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സ് കണ്ടീഷൻസിനെ ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് നോട്ട് എന്താ പറയുക അപ്രിഷിയബിൾ എന്ന് പറയുന്ന ഒരാളാണ് ജൂറിസ്റ്റ് ലീ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഫ്രെയിംവർക്സ് ഫ്രം വൺ കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റേ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ദർ ആർ സം ചാലഞ്ചസ്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജൂറിസ്റ്റ് ലീ. സോ കമ്പാരിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സ്ട്രേഞ്ച് എന്നൊരു ഒബ്സർവേഷൻ ഇറ്റ് ഈസ് ലൈക്ലി ബൈ ജൂറിസ്റ്റ് ലീ. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ റുഡോൾഫ് ആൻഡ് ഷ്ലെസിംഗറിൻ്റെ ആണ്. സോ അവരാണ് റെസ്പെഗ്ലിഷങ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്പെഗ്ലിഷങ്. ഓക്കെ, ഈ ഒരു ടേം ജർമ്മൻ ടേം ആണ്. കമ്പാരിറ്റീവ് ലോ എന്നാണ് അതിൻ്റെ മീനിങ് തന്നെ വരുന്നത്. became central to the development of the field, especially within the continental European scholarship. ഓക്കെ, അത് വന്നത് 20th സെഞ്ച്വറിയിലാണ് റുഡോൾഫ് ആൻഡ് ഷ്ലെസിംഗറിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. Now, Ancient Law എന്ന് പറയുന്ന ബുക്ക് 1861 ബുക്കാണ്. ആൻഡ് ഇത് നമുക്ക് മേജർ ബുക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനായിട്ടുള്ള, അതായത് ഹാർട്ടിൻ്റെയും ജെറമി ബെന്താമിൻ്റെയും ഓസ്റ്റിൻ്റെയും ഒക്കെ ബുക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് ഹെൻറി മെയിൻ്റെ 1861 വന്നിട്ടുള്ള ഏൻഷ്യൻ ലോ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Christian man X and a Hindu girl Y eloped and entered into an agreement of marriage on a 250 stamp paper and registered it at a register office. They exchanged garland. X tied a Mangal Sutra around the neck of Y. Is it a valid marriage? എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? ഓക്കെ, ആൻസർ നോക്കാം. It is not a valid marriage as legal validity test is not complete. ലീഗൽ വാലിഡിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വാലിഡ് മാരേജ് അല്ല എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഡിസ്ക്രൈബ്ഡ് യൂണിയൻ ബിറ്റ്വീൻ ക്രിസ്ത്യൻ മാൻ ആൻഡ് എ ഹിന്ദു വുമൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് മാരേജ് അണ്ടർ പേഴ്സണൽ ലോ, അല്ലേ? A couple from different faith must formally solemnize and register their marriage under Special Marriage Act 1954 to be legally wed. So ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെയാണ് വരുന്നത്. അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ നടന്നില്ല എന്നാണ്. ഇപ്പോൾ ഇവർ ചെയ്തേക്കുന്നത് എഗ്രിമെന്റ് ഓഫ് മാരേജ് ഓൺ 250 250 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അവർ എഗ്രിമെന്റ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവരുടെ ഫോർമാലിറ്റീസ് അനുസരിച്ച്, സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് പറയുന്ന ഫോർമാലിറ്റീസ് അനുസരിച്ചിട്ട് വേണം അത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ പേഴ്സണൽ ലോ പ്രകാരം എന്തായാലും അത് വാലിഡ് അല്ല. കാരണം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അത് എന്തായാലും രജിസ്റ്റേർഡ് അല്ല, അല്ലെങ്കിൽ ഒരു വാലിഡ് മാരേജ് അല്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രകാരമുള്ള ഫോർമാലിറ്റീസ് ഇവിടെ പാലിച്ചിട്ടുമില്ല. പിന്നെ ഇവരാകെ ചെയ്തത് എന്താണ്? ഗാർലൻഡ് എക്സ്ചേഞ്ച് ചെയ്തു, അതായത് മാലയിട്ടു താലി കെട്ടി. ഈ ഒരു 2 കാര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഹിന്ദു റൈറ്റ്സ് എല്ലാം അതൊരു നമുക്കിവിടെ ഇൻഫർമേഷൻ കുറവാണ്, അല്ലെ? ഹിന്ദു റൈറ്റ്സ് പ്രകാരമുള്ള ഒരു കല്യാണവും അവിടെ നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് നോട്ട് എ വാലിഡ് മാരേജ് എന്നുള്ളതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട്
explains the evidentiary values of entries in register of firms. ആൻസർ അറിയാമോ? ഓക്കെ, ആൻസർ നോക്കാം. സെക്ഷൻ 68 എവിഡൻഷ്യറി വാല്യൂ ഓഫ് എൻട്രീസ് ഇൻ ദ രജിസ്റ്റർ ഓഫ് ഫേംസ് എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നത്. ഓക്കെ, സെക്ഷൻ 68 പറയുന്നത് എന്താണ്? The section states that certified copies of any entry in the register of firms, provided they are signed by the registrar, are admissible as evidence in legal proceedings. Furthermore, these entries are considered prima facie evidence. This means they are accepted as correct on the face of it and serve as sufficient proof of the facts stated in them unless contradictory evidence is presented. For example, if a contract dispute arises, a certified copy of the partnership registration details showing the names of partners as recorded under section 68 would be accepted by the court as evidence of who the partners are unless challenged effectively with other evidence. Okay, അപ്പം ഈ ഒരു ഫേം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെ എൻട്രീസ് എന്ന് പറയുന്നത് എങ്ങനത്തെ എവിഡൻസ് ആണ്? പ്രൈമ ഫേസി എവിഡൻസ് ആണ്. ദെൻ അത് ലീഗൽ പ്രൊസീഡിങ്സിൽ അഡ്മിസിബിൾ ആണ്. ദെൻ കോൺട്രറി എവിഡൻസ് പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഫേസ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയാണ് കോടതി കണക്കിൽ എടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ടേക്കൻ ആസ് ദി പ്രൈമ ഫേസി എവിഡൻസ്. അതാണ് സെക്ഷൻ 68. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസ് Supreme Court of India held that telephone tapping is a serious invasion of individuals' right to privacy? ഏതാണ്? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആൻസർ. People's Union was for Civil Liberties versus Union of India, and ഇത് 1996 വന്ന കേസാണ്. 1996 വന്ന കേസാണ്. Supreme Court held that telephone tapping is a serious invasion of privacy. Ruling emphasized the need for strict safeguards against the misuse by government authorities, recognizing privacy as fundamental. പ്രൈവസിയെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുകയും ടെലിഫോൺ ഫോൺ സന്ദേശങ്ങൾ ഗവൺമെന്റ് ടാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് എടുക്കുന്നത് ഇൻവേഷൻ ടു പ്രൈവസി ആണെന്ന് പറയുകയും ചെയ്ത കേസാണ്. സോ അത് 1996 വന്ന കേസ്. അടുത്ത കേസ് നോക്കൂ. ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. അതെന്തിനെ പറ്റിയുള്ള കേസാണ്? അതും റൈറ്റ് ടു പ്രൈവസിയെ പറ്റിയുള്ള കേസ് തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഫ്രീഡം ഓഫ് പ്രസ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, സ്പെസിഫിക്കലി കൺസേണിങ് പബ്ലിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ഫാക്ട്സ് അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, പ്രൈവറ്റ് ഫാക്ട്സ് അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ടു പ്രൈവസി നോക്കണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നൊരു കേസാണ് ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. 1994 കേസ് വരുന്നത്. ഓക്കെ, മിസ്റ്റർ എക്സ് വേഴ്സസ് ഹോസ്പിറ്റൽ സെഡ് എന്ന് പറഞ്ഞ കേസ്. ഇത് വളരെ ഫേമസ് ആണ്. ഈ പറയുന്ന കേസുകളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. മിസ്റ്റർ എക്സ് വേഴ്സസ് ഹോസ്പിറ്റൽ സെഡിൽ പറയുന്നത് HIV സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ HIV സ്റ്റാറ്റസ് അത് പുറത്ത് വിടണോ, അത് ഡിസ്ക്ലോസ് ചെയ്യണോ, കൺസെൻറ്റ് ഇല്ലാതെ ഡിസ്ക്ലോസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയും കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി ഇൻ ഹെൽത്ത് കെയർ കോണ്ടെക്സ്റ്റ് പറയുന്ന കേസാണ് 1998. അതായത് ഒരാൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അയാൾക്ക് HIV ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ വുഡ് ബീയുടെ അടുത്ത് അല്ലെങ്കിൽ ഫിയാൻസയുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് കേസ് വാസ് ഡിസൈഡഡ് ഓൺ 1998. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് മധുൽക്കർ എന്ന് പറയുന്ന കേസ് മിസ്കോണ്ടക്ട് ആൻഡ് അബ്യൂസ് ഓഫ് പവറിനെ പറ്റിയിട്ടുള്ള
ഒരു കേസാണ് ആൻഡ് ഇറ്റ് വാസ് ഡിസൈഡഡ് ഓൺ 1991. ഓക്കെ, അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറൽ ഡിഫെൻസ് അണ്ടർ ടോട്ട്? എഗെയിൻ വളരെ ബേസിക് ആയിട്ടുള്ളതും എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പോർഷനാണ് ടോർട്ടിൻ്റെ അണ്ടറിലുള്ള ജനറൽ ഡിഫെൻസസ്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് ഏതൊക്കെയാണ് ടോർട്ടിൻ്റെ അണ്ടറിലെ ജനറൽ ഡിഫെൻസ് ആയിട്ട് വരാം? ഇപ്പം ഇതിൽ ചോദിച്ചേക്കുന്നത് നോട്ട് എ ജനറൽ ഡിഫെൻസ് എന്നാട്ടോ. നോക്കൂ, എന്താണ് ഇതിൻ്റെ ആൻസർ വരാം? മിസ്റ്റേക്ക്, റിമോട്ട്നെസ്, നെസസിറ്റി, കോൺസെന്റ്. ആൻസർ നോക്കാം. ബി ഓൺലി, അതായത് റിമോട്ട്നെസ് ആണ് ജനറൽ ഡിഫെൻസ് ആയിട്ട് വരാത്തത്. അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? റിമോട്ട്നെസ് ഓഫ് ഡാമേജിൻ്റെ കാര്യമൊക്കെ നമ്മൾ ടോർട്ടിൽ പഠിക്കുന്നുണ്ട്. നമ്മളൊരു മാക്സും ഒക്കെ വെച്ചിട്ട് റിമോട്ട്നെസ് ഓഫ് ഡാമേജിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അത് എന്തുകൊണ്ടൊരു ജനറൽ ഡിഫെൻസ് അല്ല? സോ അങ്ങനെ ജനറൽ ഡിഫെൻസസ് നോക്കൂ, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ അല്ലെങ്കിൽ ഡിഫെൻസ് ഓഫ് കൺസെന്റ് ആണ് ആദ്യത്തെ ജനറൽ ഡിഫെൻസ്. റോങ് ഡൂവർ ഈസ് ദ പ്ലെയിൻറ്റിഫ് എന്നുള്ളതാണ് രണ്ടാമത്തേത്. ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്നുള്ളതാണ് മൂന്നാമത്തേത്. ആക്ട് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഫോഴ്സ് മെജോർ എന്നൊക്കെ പറയുന്നതാണ് അടുത്തത്. പ്രൈവറ്റ് ഡിഫെൻസ് എന്നുള്ളതാണ് അടുത്തത്. മിസ്റ്റേക്ക് എന്നുള്ളതാണ് അടുത്തത്. നെസസിറ്റി എന്നുള്ളതാണ് അടുത്തത്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ടോർട്ടിൻ്റെ അണ്ടറിലെ ജനറൽ ഡിഫെൻസ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ഒരു ജനറൽ ഡിഫെൻസ് അല്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ടോർട്ട്സ്. പക്ഷേ ജനറൽ ഡിഫെൻസസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അതിൽ വരിക. ഓക്കെ, നൗ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ? എക്സെപ്ഷൻ ടു സെക്ഷൻ 300 ഓഫ് IPC കൊടുത്തിട്ടുണ്ട്. എക്സെപ്ഷൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻസർ നോക്കാം. A2, B4, C3, D1. A2, B4, C3, D1 ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, എക്സെപ്ഷൻ 1 എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് നോട്ട് എ മർഡർ എന്നുള്ളതാണ് എക്സെപ്ഷൻ 1 വരുന്നത്. Culpable homicide is not considered murder if the offender loses self-control due to sudden and serious provocation causes the death of person who provoked them. ഇതാണ് ഫസ്റ്റ്. When culpable homicide is not a murder. ഇതാണ് എക്സെപ്ഷൻ 1 വരുന്നത്. എക്സെപ്ഷൻ 2 വരുന്നത് culpable homicide is not murder if offender while sincerely defending themselves. അപ്പം ഡിഫെൻസിൻ്റെ കാര്യമാണ് എക്സെപ്ഷൻ 2 വരുന്നത്. നമ്മൾ പ്രൈവറ്റ് ഡിഫെൻസ് എന്നൊക്കെ പറയുന്ന പോലെ while sincerely defending themselves or their property. ഇതാണ് എക്സെപ്ഷൻ 2 വരുന്നത്. എക്സെപ്ഷൻ 3 പബ്ലിക് സർവൻറ്റ് കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് നോട്ട് മർഡർ ഇഫ് പബ്ലിക് സർവൻറ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർ സമ്മൺ ഹെൽപ്പിംഗ് ദം ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ് എക്സെപ്ഷൻ നമ്പർ 3 വരുന്നത്. എക്സെപ്ഷൻ നമ്പർ 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഹാപ്പൻസ് സഡൻലി ഡ്യൂറിങ് എ ഫൈറ്റ്, പ്രൊവോക്ഡ് ആർഗ്യുമെന്റ്സിൻ്റെ ഒക്കെ കാര്യമാണ് എക്സെപ്ഷൻ നമ്പർ 4 വരുന്നത്. എക്സെപ്ഷൻ നമ്പർ 5 വരുന്നത് who dies is over 18 and has consented the റിസ്ക് ഓഫ് ഡെത്തിനെ കൺസെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം സർജറി പോലത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സെപ്ഷൻ നമ്പർ 5 വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ, അതായത് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കാണാം. താങ്ക് യു.